ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു അല്ലേലൂയ. ഈശോയുടെ പീഡാസഹനത്തെ, അവൻ്റെ കുരിശു മരണത്തെ, തിരുവുത്ഥാനത്തെ ധ്യാനിച്ച് നമ്മൾ നടത്തുന്ന യാത്രയുടെ 34-ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ കുഞ്ഞുനാളിൻ്റെ ഓർമ്മയുടെ ഭാഗമായ ഒരു ചിത്രം. ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ, അപ്പൻ്റെ കുടുംബ വീട്ടിൽ കുഞ്ഞുനാളിൽ അവധിക്കാലം സ്പെൻഡ് ചെയ്യാനാണ് അവിടെ പോകുന്നത്. കാരണം ആദ്യം എൻ്റെ അമ്മ വീട്ടിൽ നിന്നാണ് ഞാൻ വളർന്നത്. അപ്പോൾ ഇവിടെ അവധിക്കാലത്ത് പോകും. അപ്പോൾ അന്ന് ആ ചെറുപ്പത്തിൽ മനസ്സിൽ പതിഞ്ഞ ഒരു ഇമേജ് ഉണ്ട്. വീട്ടിലെ രൂപങ്ങളിലൊന്ന് ഇതായിരുന്നു. ഇന്ന് അധികം പോപ്പുലറായിട്ട് കാണാത്ത ഒരു രൂപം, ഒരു പക്ഷേ പഴയ തലമുറ ഏറെ കണ്ട് ശീലിച്ച ഒരു രൂപം. മുൾമുടി അണിഞ്ഞ കർത്താവിൻ്റെ തിരുമുഖത്തിൻ്റെ ഒരു ചിത്രം. ആ ചിത്രത്തിൻ്റെ കീഴെ എഴുതിയിരിക്കുന്നു, ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യം. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 7 വാക്യങ്ങളിൽ, സപ്തവാക്യങ്ങളിൽ ഏറ്റവും രഹസ്യാത്മകതയുള്ള ഒരു വാക്യം. മറ്റുള്ളവയൊക്കെ വളരെ എക്സ്പ്ലിസിറ്റാണ്. കർത്താവ് പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം നമുക്ക് പ്രകടമായി മനസ്സിലാകുമ്പോൾ, കുരിശിൽ കിടന്നുകൊണ്ട് അവൻ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ആ പറച്ചിൽ, അതിനകത്ത് രഹസ്യമുണ്ട്, മിസ്റ്ററീസ് ഒളിച്ചിരിപ്പുണ്ട്. ഒരേ സമയം അത് റിയൽ ഹ്യൂമൻ സഫറിങ്ങിനെ കാണിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന സഹനത്തിൻ്റെ പാരമ്യത്തെ, അതിൻ്റെ തീവ്രതയെ സൂചിപ്പിക്കുന്നുണ്ട്. കുരിശിൽ കിടന്ന് 3 ആളുകളിൽ തൂങ്ങിക്കിടന്ന് പ്രാണൻ പിടഞ്ഞ് അവൻ പറയുന്ന എനിക്ക് ദാഹിക്കുന്നു എന്ന വാക്ക്. അതോടൊപ്പം തന്നെ എ ബേണിംഗ് ഡിവൈൻ ഡിസയർ, ദൈവികമായ ഒരാഗ്രഹത്തെ കൂടെ ആ വാക്യം ദ്യോതിപ്പിക്കുന്നുണ്ട്. ആത്മാക്കൾക്കായുള്ള കർത്താവിൻ്റെ ദാഹത്തിൻ്റെ സൂചന കൂടിയാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന വാക്ക്. ഇവിടെ കർത്താവിന് ദാഹിക്കുന്നത് ഐ തേഴ്സ്റ്റ് എന്ന് പറയുന്നത് വെള്ളത്തിന് വേണ്ടി മാത്രമുള്ള ദാഹമല്ല. അത് സ്നേഹത്തിൻ്റെ ദാഹമാണ്. അത് രക്ഷകൻ്റെ ദാഹമാണ്. അത് മനുഷ്യകുലത്തിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ദാഹമാണ്. ഓൺ ദ ക്രോസ് ജീസസ് തേഴ്സ് ഫോർ, കുരിശിൽ കർത്താവ് ദാഹിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനു വേണ്ടി. ജീസസ് തേഴ്സ്റ്റ് ഫോർ ദ ലോസ്റ്റ്, നഷ്ടപ്പെട്ടു പോയതിനു വേണ്ടി കർത്താവ് ദാഹിക്കുന്നു. ജീസസ് തേഴ്സ് ഫോർ ദ വൂണ്ടഡ്, മുറിവേറ്റവർക്ക് വേണ്ടി കർത്താവ് കുരിശിൽ ദാഹിക്കുന്നു. ജീസസ് തേഴ്സ് ഫോർ ദ സിന്നർ, പാപിക്കു വേണ്ടി കർത്താവ് ദാഹിക്കുന്നു. ജീസസ് തേഴ്സ് ഫോർ ദ ഇൻഡിഫറൻറ്റ്, ജീവിതത്തിൽ നിസ്സംഗത ബാധിച്ചു പോയവർക്ക് വേണ്ടി കർത്താവ് ദാഹിക്കുന്നു. ജീസസ് തേഴ്സ് ഫോർ ദ ബ്രോക്കൺ ഹാർട്ടഡ്, ഹൃദയം മുറിവേറ്റവന് വേണ്ടി കർത്താവ് ദാഹിക്കുന്നു. ജീസസ് തേഴ്സ് ഫോർ ദ ടയേർഡ്, തളർന്നു പോയവർക്ക് വേണ്ടി. ശൂന്യത ബാധിച്ച പുരോഹിതർക്ക് വേണ്ടി. ജീസസ് തേഴ്സ് ഫോർ ദ പ്രീസ്റ്റ് ഹു സഫർ എംപ്റ്റിനെസ്, ശൂന്യത അനുഭവിക്കുന്ന എല്ലാ പുരോഹിതർക്കും വേണ്ടി. ഡ്രൈനെസ് അനുഭവിക്കുന്ന എല്ലാ റിലീജിയസ് കോൺസെക്രേറ്റഡ് പീപ്പിളിനു വേണ്ടി. ജീവിതത്തിൽ വല്ലാണ്ട് വരണ്ടു പോയൊരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ സന്യസ്തർക്ക്, സമർപ്പിതർക്ക് വേണ്ടി കർത്താവ് ദാഹിക്കുന്നു. ഫ്രാക്ചേർഡ് ഫാമിലീസിനു വേണ്ടി, മുറിവേറ്റ കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് ദാഹിക്കുന്നു. അതായത് കുരിശിൽ ദൈവത്തിൻ്റെ സ്നേഹം ബെഗ്ഗിങ് ലവ് ആയിട്ട് മാറുകയാണ്. കുരിശിൽ ദൈവത്തിൻ്റെ സ്നേഹം യാചിക്കുന്ന സ്നേഹമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് ദാഹിക്കുന്നു. നമ്മൾ ധ്യാനിക്കുന്ന വാക്യം യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ടു ഫുൾഫിൽ ദ സ്ക്രിപ്ചർ, തിരുവെഴുത്ത് പൂർത്തിയാകാൻ കർത്താവ് പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. അതിനുശേഷം നടക്കുന്നത്
ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോട് അടുപ്പിച്ചു. എനിക്ക് ദാഹിക്കുന്നുവെന്ന കർത്താവിൻ്റെ യാചനയ്ക്കുള്ള പ്രതികരണമാണ്. ഹിസോപ്പിൻ്റെ തണ്ടിൽ വിനാഗിരി മുക്കി അത് കർത്താവിൻ്റെ ചുണ്ടോട് അടുപ്പിക്കുന്നു. ദാഹിക്കുന്നവർ എൻ്റെ അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞവൻ ദാ ഇവിടെ ദാഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37-38 നമ്മൾ വായിക്കുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ പക്കൽ വന്ന് കുടിക്കട്ടെ, ജീവജലത്തിൻ്റെ അരുവികൾ എൻ്റെ പക്കലുണ്ട്. ദ ഫൗണ്ടൻ ഇസ് തേഴ്സ്റ്റി. ദ ഫൗണ്ടൻ ഇസ് തേഴ്സ്റ്റി. ഉറവയ്ക്ക് ദാഹിക്കുന്ന നിമിഷമാണ്. ദ ഫൗണ്ടൻ ഇസ് തേഴ്സ്റ്റി so that our thirst may be healed. ദാഹജലം നൽകാൻ കഴിവുള്ള ഉറവയ്ക്ക് ദാഹിക്കുന്നു. അതുവഴി നമ്മുടെ ദാഹം സുഖപ്പെടും. അതുവഴി നമ്മുടെ ദാഹം സുഖപ്പെടാൻ വേണ്ടി പഴയ നിയമ റഫറൻസുകളിലേക്ക് പോകാം. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് ഈശോയുടെ പീഡാസഹനം, കുരിശുമരണം. കർത്താവ് തന്നെ പറയുന്നു, നമ്മൾ വചനത്തിൽ വായിക്കും, തിരുവെഴുത്ത് പൂർത്തിയാകാൻ അവൻ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു. സങ്കീർത്തനം 22:15. സങ്കീർത്തനം നിങ്ങളുടെ ബൈബിളിൽ എടുക്കാം. സങ്കീർത്തനം 22:15. അവിടെ നമ്മൾ വായിക്കുന്നത് 22:15, എൻ്റെ അണ്ണാക്കോടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. നാവ് വരണ്ടുണങ്ങുന്നതിൻ്റെ സൂചന, അതിൻ്റെ ഫുൾഫിൽമെൻ്റ് ആണ് ഈശോയിൽ. നാവ് അണ്ണാക്കിനോട് ഒട്ടിയവൻ പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു, വരണ്ടുണങ്ങിയിട്ട്. അടുത്തത് സങ്കീർത്തനം 69:21. സങ്കീർത്തനം 69:21 നമ്മൾ വായിക്കുന്നത്, ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു, ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു. ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു. ലിറ്ററൽ ഫുൾഫിൽമെൻ്റ് ആണ് കർത്താവിൽ നടക്കുന്നത്. എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു. ഇനിയും ഒന്നുകൂടെ, കുറെ കൂടെ ആഴമുള്ള ഒന്ന് പുറപ്പാട് പുസ്തകത്തിലുണ്ട്. പുറപ്പാട് പുസ്തകം എടുത്തേ, 12-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 22-ാം വാക്യം. നമ്മളവിടെ കാണുന്നത് ആദ്യത്തെ പെസഹ ആചരണത്തിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. മോശ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു പറഞ്ഞു, കുടുംബങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ പെസഹ ആട്ടിൻകുട്ടികളെ തെരഞ്ഞെടുത്ത് കൊല്ലുവിൻ. അടുത്ത വാക്യം, പാത്രത്തിലുള്ള രക്തത്തിൽ ഹിസോപ്പ് കമ്പ് മുക്കി 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും തളിക്കുവിൻ. അപ്പോൾ സംഹാരദൂതൻ കടന്നു പോകും. നിങ്ങൾ കൊന്ന കുഞ്ഞാടിൻ്റെ രക്തം ഹിസോപ്പ് തണ്ടിൽ മുക്കി കട്ടിളപ്പടിയിൽ തളിക്കുവിൻ. കട്ടിളപ്പടിയിൽ തളിക്കുവിൻ. ഇത് അന്വർത്ഥമാകുകയാണ് കുരിശിൽ. അന്ന് ഹിസോപ്പിൻ്റെ തണ്ട് കുഞ്ഞാടിൻ രക്തത്തിൽ മുക്കി കട്ടളപ്പടിയിൽ തളിച്ചപ്പോൾ മരണം കടന്നുപോയെങ്കിൽ, മരണത്തിൽ നിന്ന് ഇവരെ സുരക്ഷിതരായെങ്കിൽ, നിത്യനാശത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, പാപത്തിൽ നമ്മെ സംരക്ഷിക്കാൻ കുരിശിൽ സംഭവിച്ചത് വീണ്ടും ഹിസോപ്പിൻ്റെ തണ്ടിൽ കുഞ്ഞാടിൻ്റെ രക്തം പുരളുകയാണ്. ഹിസോപ്പ് തണ്ട് വിനാഗിരിയിൽ മുക്കി കർത്താവിൻ്റെ ചുണ്ടോടടുപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വീണ്ടും ഹിസോപ്പിൽ കുഞ്ഞാടിൻ്റെ രക്തം പുരളുന്നു. അന്ന് പുറപ്പാടിൽ സംഭവിച്ചത് ഇവിടെ ആവർത്തിക്കപ്പെടുന്നു. ആ രക്തം നമുക്ക് വിമോചനത്തിൻ്റെ അടയാളമാകുന്നു. രോഗത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്നുള്ള രക്ഷയുടെ സൂചനയായി ആ രക്തം മാറുന്നു. ഹിസോപ്പ് തണ്ടും കുഞ്ഞാടിൻ്റെ രക്തവും. രക്ഷാകര ചരിത്രത്തിൽ ഈ വാക്യത്തിൻ്റെ സ്ഥാനം, ഈശോ പറഞ്ഞ എനിക്ക് ദാഹിക്കുന്നു എന്ന വാക്യത്തിൻ്റെ സ്ഥാനം, ബൈബിളിലുടനീളം ഇത്തരം ഒരു ദാഹം കാണാൻ പറ്റും. തെറ്റായ ഒരു ദാഹം, ഒരു വിശപ്പ് ഏദനിലുണ്ടായപ്പോൾ അത് വീഴ്ചയ്ക്ക് കാരണമായി. വീണ്ടും ഇസ്രായേലിൻ്റെ പുറപ്പാടിൽ അവർക്ക് ദാഹിക്കുന്നു, അവർ ദൈവത്തോട് കലഹിക്കുന്നു, ദാഹജലം കർത്താവ് നൽകുന്നു. സുവിശേഷത്തിൽ യാക്കോബിൻ്റെ കിണറിൻ്റെ ചാരത്ത് ഈശോയ്ക്ക് ദാഹിക്കുന്നു. ഈശോ നിത്യജീവന്റെ ഉറവ സമരിയക്കാരിക്ക് കാണിച്ചു കൊടുക്കുന്നു. വീണ്ടും കുരിശിൽ കർത്താവിന് ദാഹിക്കുന്നു. ആ ദാഹത്താൽ നമ്മുടെ ദാഹം ശമിക്കപ്പെടുന്നു. രക്ഷാകര ചരിത്രത്തിലുടനീളം ഈ ദാഹം കാണാൻ പറ്റും. അതായത് ഈ ദാഹം ഒരു പാലമാണ്. ഇറ്റ്സ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹ്യൂമൻ നീഡ് ആൻഡ് ഡിവൈൻ മേഴ്സി.
മനുഷ്യൻ്റെ ദാഹവും ദൈവത്തിൻ്റെ കരുണയും കൂട്ടിമുട്ടിയ സ്ഥലമാണ് കുരിശിൽ അവൻ എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞ നിമിഷം. മനുഷ്യൻ്റെ പാപദാഹവും ദൈവത്തിൻ്റെ കരുണയും കൂട്ടിമുട്ടിയ ഇടം. പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്, അഗസ്തിനോസ് പുണ്യാളൻ ഈ രണ്ട് ദാഹങ്ങളെക്കുറിച്ച്, കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞതിൻ്റെ രണ്ട് ഡൈമെൻഷൻ, ഒന്ന് അവൻ്റെ ഹ്യൂമൻ സൈഡ്, ഈശോയുടെ മാനുഷിക വശത്തിൻ്റെ വെളിപ്പെടുത്തലാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. രണ്ട്, അതൊരു ആത്മീയ രഹസ്യമാണ്. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ ദാഹത്തിൻ്റെ സൂചനയാണ് അവൻ കുരിശിൽ പറഞ്ഞ വാക്യമെന്ന് അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നു. ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുന്നത്, കുറെ കൂടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗം, റിയാലിറ്റി ഓഫ് പാഷൻ, ഈശോയുടെ പീഡാസഹനത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നതെന്ന്. ക്രിസോസ്റ്റം പിതാവ് പറയുകയാണ്, ജീസസ് വാസ് നോട്ട് ആക്ടിങ് ഓൺ ദ ക്രോസ്. കുരിശിൽ ഈശോ അഭിനയിക്കുകയായിരുന്നില്ല. അവൻ ആ പാടുപീഡകളെ മുഴുവൻ അവൻ്റെ ദേഹത്ത് അനുഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈശോ പറഞ്ഞ എനിക്ക് ദാഹിക്കുന്നുവെന്നത് മാനുഷിക മുഖത്തിൻ്റെ പീഡാസഹനത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ തെളിവായി ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുന്നു. എഫ്രൈം പിതാവ്, സുറിയാനി സഭാപിതാവായ അപ്രൈം പിതാവ് പറയുന്നത്, ദ വൺ ഹൂ ഗിവ്സ് ഡ്രിങ്ക് ടു ഓൾ ക്രിയേഷൻ ഇസ് നൗ തേഴ്സ്റ്റി. എല്ലാ സൃഷ്ടികൾക്കും ദാഹജലം നൽകുന്നവന് ഇപ്പോൾ ദാഹിക്കുന്നു. എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ദാഹജലം നൽകുന്ന സൃഷ്ടാവിന് ദാഹിച്ച നിമിഷമാണ് കുരിശ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് തിരുസഭയുടെ പടുപ്പേരിൽ CCC 470 ഇത് കർത്താവിൻ്റെ ട്രൂ ഹ്യൂമാനിറ്റിയുടെ, കർത്താവിൻ്റെ യഥാർത്ഥ സത്യമുള്ള മാനുഷികതയുടെ തെളിവാണ്. CCC 478 കർത്താവിൻ്റെ മാനുഷിക ഹൃദയത്തിൻ്റെ, ഹ്യൂമൻ ഹാർട്ടിൻ്റെ സൂചനയായി ഇതിനെ അവതരിപ്പിക്കുന്നു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ദേവൂസ് കാരിത്താസ് എസ്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഐ തേഴ്സ്റ്റ്, കർത്താവ് കുരിശിൽ പറഞ്ഞ ഐ തേഴ്സ്റ്റ് ഈസ് ലവ് ആസ്കിങ് ടു ബി റിസീവ്ഡ്. സ്വീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ തെളിവാണെന്ന്. സ്വീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ തെളിവാണ് കുരിശിൽ അവൻ പറഞ്ഞ എനിക്ക് ദാഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിനായി ഞാൻ ദാഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ തെളിവാണ് ഐ തേഴ്സ്റ്റ്. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ രക്ഷ കർത്താവിൻ്റെ ദാഹത്തിൻ്റെ വിഷയമാണ്. അവൻ മനുഷ്യാവതാരം ചെയ്ത് പാടുപീഡകളേറ്റു കുരിശിൽ മരിച്ചത് എൻ്റെ രക്ഷയ്ക്കായാണ്. അതാണ് കർത്താവിൻ്റെ ദാഹം. കർത്താവിൻ്റെ ദാഹം ശമിപ്പിക്കാൻ കഴിയുന്നത് നമ്മൾ ആ വീണ്ടെടുപ്പിനോട്, രക്ഷാകര കർമ്മത്തോട് സഹകരിക്കുമ്പോഴാണ്. കർത്താവിന് ദാഹിക്കുന്നുണ്ട്. ആ ദാഹജലം നൽകാൻ നമുക്ക് നിയോഗമുണ്ട്. അവന് വിശന്നു, അവൻ അത്തിമരത്തിൽ അത്തി തേടിയതുപോലെ അവൻ നമ്മളെ നോക്കി പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. ആ ദാഹത്തിന് മറുപടി നൽകുവാൻ, നമ്മുടെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് അവന് ദാഹജലം നൽകുവാൻ, അവൻ്റെ ദാഹത്തെ ശമിപ്പിക്കാൻ നമുക്ക് കഴിയണം. 2, നമ്മുടെ ദാഹങ്ങളെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ദാഹിക്കുന്നത്? ആ ദാഹം നമ്മൾ എത്തിക്കുന്ന ഇടങ്ങൾ എവിടെയാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ ദാഹങ്ങളെ, നമ്മുടെ തേഴ്സ്റ്റിനെ കർത്താവിന് വിട്ടുകൊടുക്കാം. ജീവജലത്തിൻ്റെ ഉറവ അവനാണെന്നും ആ ഉറവയിൽ നിന്ന് കുടിക്കാൻ നമ്മൾ ഒരുങ്ങണമെന്നും സൂചനയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ, കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞ് എൻ്റെ വീണ്ടെടുപ്പിനായുള്ള നിൻ്റെ ആഗ്രഹത്തെ വെളിപ്പെടുത്തിയവനെ, നിൻ്റെ ഘോര സഹനത്തിൻ്റെ തെളിവായി എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞ് നീ കടന്നുപോയ പീഡകളെ എനിക്ക് മനസ്സിലാക്കി തരുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, എൻ്റെ നിരവധിയായ ദാഹങ്ങളെ നിൻ്റെ സ്ലീവായിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കട്ടെ. നിൻ്റെ ദാഹത്തിന് മറുപടിയായി എൻ്റെ മാനസാന്തരം ഞാൻ നിനക്ക് സമ്മാനമായി നൽകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.